നമ്മൾ നോർമലി ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്നു. ഇതിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? നമ്മുടെ ഫാമിലി ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കും. പക്ഷെ ഒരു കീ മാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കമ്പനിയാണ്. തിങ്സ് ഹാപ്പൻ, 5 കോടി രൂപ കമ്പനിയിൽ വന്നു. അറ്റ്ലീസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഈ കമ്പനി കുറച്ചും കൂടി ഒരു 6 മാസം 3 മാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല 5 കോടി ബാങ്കിൽ വരുവാണെങ്കിൽ. ഇല്ലെങ്കിൽ ഈ ബാധ്യത മുഴുവനും പോകുന്ന എവിടത്തേക്കാണ്? ഫാമിലിയിലേക്കാണ്. ആ ഒരു പർട്ടിക്കുലർ റിസോഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ബിസിനസ്സിന് ഒരു ഡിസ്റപ്റ്റ് സംഭവിക്കും, അല്ലേ? ലോസ് ഓഫ് റവന്യൂ സംഭവിക്കും. അപ്പോൾ പുതിയൊരാളെ കണ്ടുപിടിക്കണം ഇതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരെയുള്ള ഒരു കാലതാമസത്തിന് കമ്പനിക്ക് എന്തെങ്കിലും സംഭവിക്കുമല്ലോ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ഈ കീമാൻ ഇൻഷുറൻസ് കൊണ്ട് സാധിക്കുന്നത്. ഹായ്, നമ്മുടെ അടുത്ത് റീസെൻ്റ്ലി ഒരുപാട് ക്ലയൻറ്റ്സ് ചോദിച്ചൊരു കാര്യമാണ് കീമാൻ ഇൻഷുറൻസിനെ പറ്റി. സോ നമുക്ക് എന്താണ് കീമാൻ ഇൻഷുറൻസ് എന്ന് നമ്മുടെ അടുത്ത് ഇപ്പോൾ ശ്രീജിത്ത് സാർ ഉണ്ട്, സാറിൻ്റെ അടുത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഹായ് സർ. നമ്മുടെ അടുത്ത് ഒരുപാട് ക്ലയൻറ്റ്സ് ഇപ്പോൾ ചോദിക്കുന്നു ഈ കീമാൻ ഇൻഷുറൻസിനെ പറ്റി. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ആളുകൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് തോന്നുന്നു. എന്താണ് സാർ ഈ കീമാൻ ഇൻഷുറൻസ്? കീമാൻ, അതിൽ തന്നെ വാക്കുണ്ട് അല്ലേ, കീമാൻ അല്ലേ? ഒരു പർട്ടിക്കുലർ കമ്പനിയിലെ ഒരു പർട്ടിക്കുലർ വ്യക്തി വളരെ കീ ആയിരിക്കും അല്ലെ, അദ്ദേഹത്തിന് ആ കീമാൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാം, ഒരു ഓണർ ആവാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ CEO ആവാം, CFO ആവാം, ഒരു പർട്ടിക്കുലർ കീ എംപ്ലോയി, സ്കില്ലുള്ള ഒരു എംപ്ലോയി. ആ ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കും അല്ലേ, ആ നഷ്ടം ഫുൾഫില്ല് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന കീമാനിന് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ഈ ഇൻഷുറൻസ് എടുക്കുന്നത് എംപ്ലോയറാണ്, കമ്പനിയാണ്. നമ്മൾ നോർമലി ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്നു. ഇതിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? നമ്മുടെ ഫാമിലി ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കും. പക്ഷെ ഒരു കീ മാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കമ്പനിയാണ്. അതാണ് അതിൻ്റെ മേജർ ഡിഫറൻസ് ഉള്ളത്. അപ്പം ഇതിന് എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻഷുറൻസ് കമ്പനി ടു കമ്പനി ഇതിൻ്റെ എലിജിബിലിറ്റി മാറാം. ഓക്കെ, കാരണം അത്രയും പോപ്പുലർ, കേരളത്തിലൊന്നും തീരെ അത്രയും പോപ്പുലർ അല്ല കീ മാൻ എന്ന് പറയുകയാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ കീ എംപ്ലോയി, അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ, അദ്ദേഹത്തിൻ്റെ ഫീസ് നമ്മൾ കൊടുക്കുമല്ലോ, അതിൻ്റെ സാലറി, അതാണ് അതിൻ്റെ കീ ബേസ് കോമ്പോണൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ എംപ്ലോയി, ആ എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 10 lakhs ആണെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ, 10 lakhs ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജിൻ്റെ ബാരിയർ ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ വന്നിട്ട് ഒരു അപ് ടു 40 വരെയുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 20 times വരെ നമുക്ക് സം അഷ്യൂർ ചെയ്യാം, ഇൻഷുറൻസ് എടുക്കാം. 41 to 50 ആണെങ്കിൽ 10 times ഓഫ് സാലറി. 10 times എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ആണെങ്കിൽ CTC ആണ് കേട്ടോ, അതിൻ്റെ 10 times 1 കോടി വരെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. എബോവ് 50 ആണെങ്കിൽ 5 times 6 times ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഷുറൻസ്. ഇൻഷുറൻസ് കമ്പനി ടു കമ്പനി പോളിസി മാറും. അതായത് ഒരു വ്യക്തിയുടെ എന്താണോ ആ കമ്പനി ബെയർ ചെയ്യുന്ന കോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ വരുമാനമാണല്ലോ ആ എംപ്ലോയിയുടെ, ആ വരുമാനത്തിൻ്റെ 20 times 10 times 5 times പോലത്തെ രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് എല്ലാ കമ്പനി, ഇതിപ്പോൾ ഏതൊക്കെ സ്ട്രക്ചർ, അതായത് ഇപ്പോൾ ഒരു പ്രൊപ്രൈറ്റർഷിപ്പോ അങ്ങനെ എങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെയുണ്ടല്ലോ, ഇപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ടിപ്പിക്കലി ഒരുവിധം എല്ലാ ഇൻഷുറൻസ്, ഫോർ എക്സാമ്പിൾ HDFC, ICICI, മാക്സ് ലൈഫ്, ഇവരൊക്കെ അത്യാവശ്യം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾ കൂടുതലും കവർ ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർ LLPയിലാണ്. വളരെ കുറച്ച് ഇൻഷുറൻസ് കമ്പനികൾ മാത്രമേ ഈ പാർട്ട്ണർഷിപ്പ് ഫേമും പ്രൊപ്പറേറ്റർഷിപ്പും ചെയ്തു കൊടുക്കുന്നുള്ളൂ. മിക്കപ്പോഴും എല്ലാവരും കൂടുതലും പ്രോമിനൻ്റ് ആയിട്ട് നോക്കുന്നത് ഈ ബോഡി കോർപ്പറേറ്റ്, ഒന്നുകിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ LLP ആണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഈ പാർട്ട്ണർഷിപ്പും ഈ പ്രൊപ്പറേറ്റർഷിപ്പിലൊക്കെ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഡയറക്ടറെ നമുക്ക് കീമാൻ പോളിസിയിൽ എടുക്കാം. അതിൻ്റെ ഒരു കീ ആയിട്ടുള്ള ഹോൾ ടൈം ഡയറക്ടറെ, മാനേജിങ് ഡയറക്ടറെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ എംപ്ലോയിനെ നമുക്ക് സ്കില്ലുള്ള, ഐഡിയലി സ്കില്ലുള്ള റിസോഴ്സ് ആണല്ലോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്കില്ലുള്ള റിസോഴ്സ്. ആ ഒരു പർട്ടിക്കുലർ റിസോഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ബിസിനസ്സിന് ഒരു ഡിസ്റപ്റ്റ് സംഭവിക്കും അല്ലേ, ലോസ് ഓഫ് റവന്യൂ സംഭവിക്കും. അപ്പോൾ പുതിയൊരാളെ കണ്ടുപിടിക്കണം ഇതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരെയുള്ള ഒരു കാലതാമസത്തിന് കമ്പനിക്ക് എന്തെങ്കിലും സംഭവിക്കുമല്ലോ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ഈ കീമാൻ ഇൻഷുറൻസ് കൊണ്ട് സാധിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഇൻഷുറൻസ് കമ്പനീസും ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരുവിധം എല്ലാവരും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ICICI, HDFC, മാക്സ് ലൈഫ്, ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. അതേ ബജാജ്, അങ്ങനെ വേറെയും സെക്ടറും മാറിയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളും ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും അത്രയും പോപ്പുലർ അല്ല കേരളത്തിൽ. ഇപ്പോൾ നമ്മൾ കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എത്രയോ പേരുണ്ട് അല്ലേ,
കേരളത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞ പ്രൊപ്പറേറ്ററും ആ ഓണറുമാണ് റിസ്ക്. അതെ. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബിസിനസ്സിൽ തന്നെ വലിയ രീതിയിൽ ഡിസ്റപ്റ്റ് സംഭവിക്കും. Yes, yes. സോ ഐഡിയലി ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് എല്ലാ എംപ്ലോയറും, ഇപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ കീമാൻ എങ്കിൽ ഒരു കീമാൻ ഇൻഷുറൻസ് പോളിസി മിനിമം എങ്കിലും എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഇൻകം എന്നത് വളരെ റെലവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഐഡിയലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കീമാൻ എടുക്കുന്ന കമ്പനി ഉണ്ടല്ലോ, ഈ പ്രോപ്പർട്ടിഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഈ പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അത് പ്രോഫിറ്റബിൾ കമ്പനി ആയിരിക്കണം. ലോസ് മേക്കിംഗ് കമ്പനി പോയിട്ട് നമുക്ക് കീമാൻ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാർട്ടപ്സിനൊക്കെ പറ്റുമോ? പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ലോസ് ഉള്ള കമ്പനി 3 വർഷത്തിന്റെ ഫിനാൻഷ്യൽസ് വേണം. കഴിഞ്ഞ 3 വർഷത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേണം. ഈ കീമാൻ ഇൻഷുറൻസ് എടുക്കുന്ന ആളുടെ കഴിഞ്ഞ 3 വർഷത്തിന്റെ IT റിട്ടേൺ വേണം. അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ വേണം. ആ ഇൻകം എന്താണോ നമ്മൾ കാണിക്കുന്നത്, ആ ഇൻകത്തിന്റെ ബേസിലാണ് അവർ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. ഇതിലെന്തെങ്കിലും ടാക്സ് ഡിഡക്ഷൻ ഉണ്ടോ? അതാണ് ഈ കീമാൻ ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ ഹ്യൂജ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കമ്പനി ഒരു വ്യക്തിയുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് അത് ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്. ഇൻകം ടാക്സിൽ ഇതിൻ്റെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുന്നു. ഓക്കെ. അപ്പോൾ സെക്ഷൻ 37 സബ്സെക്ഷൻ 1 ജനറൽ ക്ലോസ് ആണ്. ആ ജനറൽ ക്ലോസിൽ ഇത് നമ്മൾ എങ്ങനെയാണോ റെൻറ്റ്, സാലറി ഒക്കെ കൊടുക്കുന്ന അതേപോലെ ഒരു ജനറൽ ഡിഡക്ഷനായിട്ടാണ് ഈ പറയുന്ന കീമാൻ ഇൻഷുറൻസ് പോളിസിൻ്റെ പ്രീമിയം വർക്ക് ചെയ്യുന്നത്. അതായത് ഇറ്റ്സ് ആൻ അലോവബിൾ എക്സ്പെൻഡിച്ചർ. ഓൺലി തിങ്, ആ എക്സ്പെൻഡിച്ചർ അലോ ചെയ്യുന്ന സമയത്തും ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ഉള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റും? ഇപ്പോൾ കീ എംപ്ലോയിക്ക് നമ്മൾ എന്ത് ക്ലെയിം വന്നാലൊക്കെ ചെയ്യാൻ പറ്റും? ക്രിട്ടിക്കൽ ഇൽനെസ് ആണോ, എന്താണ്? നോർമലി ഡെത്ത് ആണ്. റെസിഗ്നേഷൻ ഒന്നും കവർ ആവില്ല. ഒരു പർട്ടിക്കുലർ കീ എംപ്ലോയി നമ്മുടെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഉള്ളിടത്തോളം ആണ് അല്ലേ, പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലല്ലോ. കാരണം ആ വ്യക്തി കീമാൻ ഒരാൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ നോട്ടീസ് പീരീഡ് ഉണ്ട് 2 months. അടുത്ത 2 മാസം നോട്ടീസ് പീരീഡ് നമ്മൾ വേറെ ആളെ കണ്ടുപിടിച്ചിട്ട് ആ റോള് നമ്മൾ ഏൽപ്പിക്കണം. ഞാനത് ചോദിക്കാൻ പോവായിരുന്നു. ഇപ്പോൾ ആ വ്യക്തി ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഈ ഇൻഷുറൻസ് ഓൾറെഡി ആളുടെ പേരിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? കഴിഞ്ഞു, അതോടുകൂടി ആ പർട്ടിക്കുലർ സാധനം കഴിഞ്ഞു, ആ പോളിസി കഴിഞ്ഞു. ആ വ്യക്തിയിലാണല്ലോ പോളിസി, കമ്പനിയല്ലേ പോളിസി. നമ്മൾ ആരെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതിന്റെ ആ ഇൻഷുറൻസ് പോളിസിയുടെ സബ്ജക്ട് മാറ്റർ ആരാണ്? ഈ കീ എംപ്ലോയി ആണ്, ഈ കീ പേഴ്സൺ ആണ്. അദ്ദേഹം അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കീ അല്ലല്ലോ. നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ളിടത്തോളം മാത്രമേ അദ്ദേഹം ഒരു കീ എംപ്ലോയി ആയിട്ടുള്ളൂ. സിസ്റ്റത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം കീ എംപ്ലോയി അല്ല. അപ്പം നമ്മൾ ആ കീ എംപ്ലോയി എന്ന റോളിലേക്ക് വേറൊരു വ്യക്തിയെ കൊണ്ടുവരുന്നു. ആ പോസ്റ്റിനാണല്ലോ പ്രധാനം. അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ വേറെ പോളിസി ഉണ്ട്. ഇപ്പോൾ ഒരു കീ എംപ്ലോയി പറയുമ്പം നമുക്കൊരു ഏജ് കാറ്റഗറി പറയും, കുറച്ചുകൂടി സീനിയേഴ്സ് ആണ്. അപ്പം ആ ഒരു കാറ്റഗറിയിലുള്ളവർക്കാണോ കൂടുതലും ഈ ഇൻഷുറൻസ് പറയുന്നത്? ഏതൊക്കെ ഒരു കാറ്റഗറിയിലുള്ളവർക്കായിട്ട്? ഒന്ന് സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ സ്കില്ല് ആ കീ എംപ്ലോയിനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് വയ്ക്കുന്നു അല്ലേ. ആ വ്യക്തി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കും അല്ലേ. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ കീ എംപ്ലോയി നമ്മൾ ഇൻഷുറൻസ്. അത് എംപ്ലോയറിന്റെ ഡിസ്ക്രിപ്ഷൻ ആണോ? ഏതിപ്പോൾ ഇപ്പോൾ ഒരു സീനിയർ ആയിരിക്കും, ഏജ് വൈസ് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ 24 വയസ്സുള്ള ഒരു IT പ്രൊഫഷണലും വളരെ കീ ആയിരിക്കും ആ കമ്പനിയിൽ അല്ലേ. ഏജ് ഈസ് നോട്ട് എ എഫക്ട് അല്ലേ. ചിലപ്പോൾ 70 വയസ്സുള്ള ഒരാൾ വന്നിട്ട് സത്യം പറഞ്ഞാൽ കീ ആയിരിക്കും, അത് ചിലപ്പോൾ ബാധ്യതയായിരിക്കും. അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഓഫീസിലായതുകൊണ്ട് ഇപ്പോൾ ഇന്ന് എങ്ങനെ പറഞ്ഞേക്കുമെന്ന് തന്നെ ചിന്തിക്കുന്ന ഒരു അതൊന്നും കീ ഫാക്ടർ അല്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് കീ ഫാക്ടർ. അപ്പോൾ കേരളത്തിൽ ഇത് എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനീസിലൊക്കെ? ഐ എം നോട്ട് ഷുവർ. എനിക്ക് അത്രയും കേരളത്തിൽ എത്രത്തോളം ആൾക്കാർ കീമാൻ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് കേട്ടിട്ടും കൂടി എനിക്കറിയില്ല. ഞാൻ ഇന്നാളൊരു ഇവൻറ്റിന് വേണ്ടി സംസാരിച്ചപ്പം ആരും ഈ വിഷയം കേരളത്തിൽ സംസാരിക്കാറില്ല. ഈ കീം നമുക്കറിയുന്നതൊക്കെ ടേം ഇൻഷുറൻസ് ആണ്. നമുക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതാണ്, എനിക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. പക്ഷേ കമ്പനിക്ക് വേണ്ടി എത്ര ഇൻഷുറൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് പറയാം, നിങ്ങളുടെ കമ്പനിയിൽ വന്നിട്ട് ഫോർ എക്സാമ്പിൾ കുറേ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, കുറേ ലയബിലിറ്റി ഉണ്ട്, കുറേ ബാധ്യതകളുള്ള കമ്പനിയാണ്, നമുക്ക് അസറ്റും ഉണ്ട്. ഓക്കെ, അസ്യൂം നിങ്ങളൊരു കീമാൻ ഇൻഷുറൻസ് ആണ് എടുക്കുകയാണെങ്കിൽ സംതിങ് ഹാപ്പൻ ടു ദാറ്റ് ഇൻഡിവിജ്വൽ, അറ്റ്ലീസ്റ്റ് കമ്പനിക്ക് ആ എമൗണ്ട് കിട്ടും. സംതിങ് ഹാപ്പൻ ടു ദാറ്റ് ഇൻഡിവിജ്വൽ, ആ കമ്പനിക്ക് ഒരു എമൗണ്ട് കിട്ടും. ഓട്ടോമാറ്റിക്കലി ആ ബിസിനസ് കുറച്ച് കാലം കൂടിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക്, ഒരു ഓണർക്ക് വേണമെങ്കിൽ ഇന്ന് 1 crore വരെ അല്ലെങ്കിൽ 50 lakhs വരെ നമുക്കൊരു വർഷത്തിൽ ആനുവൽ ഇൻകം എടുക്കാൻ കഴിവുള്ള കമ്പനിയാണെങ്കിൽ, നമ്മൾ അങ്ങനത്തെ കമ്പനിയെ പറ്റിയാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 50 lakhs ഒരു സാലറി എടുക്കുന്ന ഒരാളുടെ 10 times അല്ലെ 20 times നമുക്ക് വേണമെങ്കിൽ എഷ്യൂർ ചെയ്യാം.
അപ്പം 50 lakhs എന്ന് പറയുമ്പോൾ 10 times എന്ന് പറഞ്ഞാൽ 5 കോടിയായി. ഓക്കെ തിങ്സ് ഹാപ്പൻ, 5 കോടി രൂപ കമ്പനിയിൽ വന്നു. ഓക്കെ അറ്റ്ലീസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഈ കമ്പനി കുറച്ചും കൂടി ഒരു 6 മാസം 3 മാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല 5 കോടി ബാങ്കിൽ വരുവാണെങ്കിൽ. അതെ. ഇല്ലെങ്കിൽ ഈ ബാധ്യത മുഴുവനും പോകുന്ന എവിടത്തേക്കാണ്? ഫാമിലിയിലേക്കാണ്. അല്ലെ, ഈ ഫാമിലിക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം, കുറേ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, അവരെ നമ്മൾ ഓണർ ചെയ്യണം, കുറേ EMI ഡ്യൂ ആയിരിക്കും, അതൊക്കെ പേ ചെയ്യണം. ഒരു 2 മാസത്തെ EMI 3 മാസത്തെ EMI ഡ്യൂ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്കായി അല്ലേ, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി പോകും. അങ്ങനെ പല ചാലഞ്ചസും വരാൻ സാധ്യത. അതുകൊണ്ട് ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് റീസണബിൾ ഒരു ടേൺ ഓവറുള്ള ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവറിൻ്റെ നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണോ ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എങ്കിലും മിനിമം റിക്വയർമെൻറ്റ് 2 months 3 month്സിൻ്റെ എങ്കിലും വർക്കിംഗ് ക്യാപിറ്റലിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കീമാൻ ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ എംപ്ലോയിയുടെ അറിവോടെ തന്നെയാണോ ഇത് ചെയ്യുക, അതോ എങ്ങനെയാണ്? ഐഡിയലി എംപ്ലോയിയുടെ അറിവില്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ആവശ്യമുണ്ട് ഈ പോളിസി എടുക്കാൻ. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയി ഡോക്യുമെൻ്റ് തരാതെ നമുക്ക് കിട്ടില്ലല്ലോ ഈ ടാക്സ് റിട്ടേൺ. ഇത് കിട്ടിയാൽ മാത്രമേ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി കമ്പനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ ഒരിക്കലും നമുക്ക് കീമാൻ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റില്ല. സോ നമ്മളിപ്പോൾ ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിലൊക്കെ സൂയിസൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ക്ലെയിം ചെയ്യില്ല അല്ലേ? അപ്പം ഈ ഒരു ഇൻഷുറൻസിൽ എങ്ങനെയാണ് സൂയിസൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ? മോസ്റ്റ്ലി കീമാൻ ഇൻഷുറൻസിൽ സൂയിസൈഡ് കവറേജ് ഇല്ല മോസ്റ്റ്ലി. ഓക്കെ. പക്ഷേ ഫ്യൂ ഇൻഷുറൻസ് കമ്പനീസ് ഈവൻ സൂയിസൈഡ് കവറേജും കൂടി കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവിൽ. നമുക്ക് അത്യാവശ്യം ഒരുപാട് ഇത് കൂടുതലും പോപ്പുലർ ഉള്ളത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയാണ്. ഓക്കെ, ഇന്ത്യയിൽ പുറത്ത് നോർത്തിലൊക്കെ വളരെ പോപ്പുലറാണ്, മറ്റുള്ള രാജ്യങ്ങളിൽ കീമാൻ ഇൻഷുറൻസ് വളരെ പോപ്പുലറാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരാൾ വ്യക്തി ഇന്ത്യയിലുള്ള ഒരാൾ ആൾക്ക് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ പോളിസി എടുക്കാൻ പറ്റും. ഓക്കെ. ഫോറിൻ രാജ്യങ്ങളിലും പോളിസി എടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് അതിൻ്റെ പോസിബിലിറ്റി? there are insurance agents actually who cover your international policies as well. ഇന്റർനാഷണൽ കവറേജ് ഉള്ള പോളിസികളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. ഇതൊരു വലിയൊരു മേഖലയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ കൂടുതലും LICയിൽ ഇൻഷുറൻസ് പോളിസി എടുക്കാന്നല്ലാണ്ട് ഗവൺമെന്റ് ഇതിന് എന്തെങ്കിലും ഇതൊക്കെ കൂടുതലും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളാണ് കൂടുതലും പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ. അതുപോലെ സാർ, ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു എംപ്ലോയി, ഞാൻ നേരത്തെ ചോദിച്ചതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ എംപ്ലോയി അവിടുന്ന് വേറൊരു കമ്പനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ആൾക്ക് ഓൾറെഡി ഇവിടെ ഈ കീമാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് തന്നെ അത് കൊടുക്കാനായിട്ട് പറ്റുമോ? വേറെ കമ്പനിയിലേക്ക് പോവുകയാണെങ്കിലും ആളുടെ പേരിൽ? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയി, ഒരു CEO, ഫോർ എക്സാമ്പിൾ ആ കമ്പനിയുടെ CEO, അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മളൊരു കീമാൻ ഇൻഷുറൻസ് പോളിസി എടുത്തു. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പം അദ്ദേഹം റിസൈൻ ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് നല്ലവണ്ണം ഗുഡ് നോട്ട് പോവുകയാണ് വിചാരിച്ചോളൂ. നമുക്ക് വേണമെങ്കിൽ, കമ്പനിക്ക് വേണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പേരിൽ അസൈൻ ചെയ്ത് കൊടുക്കാം ആ പോളിസി. എന്തായാലും കമ്പനി ഇത്രയും പോളിസി അടച്ചു, ഇനി അദ്ദേഹം പോവുകയാണ്, വേണമെങ്കിൽ എന്താ പറയുക, ഒരു ഗോൾഡൻ ഹാൻഡ് ഷേക്ക് പോലെ പുള്ളി പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കാം. അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയതിൻ്റെ ബെനിഫിറ്റ്. നാളെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി ആയിട്ട് മാറി, അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് അതിൻ്റെ ബെനിഫിഷ്യറി. കമ്പനി ബെനിഫിഷ്യറി എന്നതിൽ മാറി അദ്ദേഹത്തിൻ്റെ ഫാമിലി ബെനിഫിഷ്യറി ആയിട്ട് മാറും. ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, അദ്ദേഹത്തിന് പോളിസി അസൈൻ ചെയ്ത് കൊടുത്താൽ പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ടാക്സിബിൾ ഇൻകമായി മാറി, സാലറി ആയിട്ട് അദ്ദേഹം ടാക്സ് അടയ്ക്കണം. പിന്നെ അതിൻ്റെ പോളിസി മെച്യൂറായി വരുന്ന സമയത്ത് ടിപ്പിക്കൽ ഇൻഷുറൻസ് പോളിസിയിലായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് വന്നിട്ട് എക്സംഷൻസ് അവൈലബിൾ ആയിരിക്കാം, ചിലപ്പോൾ ടാക്സിബിൾ ആയിരിക്കാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോളിസി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പം സെക്ഷൻ 37 ഞാൻ ഇൻകം ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നു, അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിഡക്ഷൻ അപ്പോഴും കിട്ടും, സെയിം ടൈം എംപ്ലോയിക്ക് അത് സാലറി ആയിട്ട് മാറി. എനിവേ സർ, താങ്ക് യു. ഇത്രയും ഇൻഫർമേഷൻസ് കീമാൻ ഇൻഷുറൻസിനെ പറ്റി പറയാനുണ്ടെന്നുള്ളത് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം സാറിന് ഇനി എന്താണ് ബിസിനസ് ഓണേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത് കീമാൻ ഇൻഷുറൻസിനെ പറ്റി? ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ എനിക്ക് പറയാനുള്ളത്, കീമാൻ എന്ന പോളിസിക്ക് നിങ്ങൾ എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഒരു കീമാൻ ഇൻഷുറൻസ് പോളിസിക്ക് വരെ എലിജിബിലിറ്റി ഇല്ലാത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കീമാൻ ഇൻഷുറൻസ് പോളിസി വരെ എടുക്കാനുള്ള ഇൻകം നമ്മൾ ഡ്രോ ചെയ്യുന്നില്ല അല്ലേ? കീമാൻ ഇൻഷുറൻസ് പോളിസിക്ക് ഒരു എലിജിബിലിറ്റി എന്താണ്? 3 വർഷം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽസ്, അതുപോലെ തന്നെ റീസണബിളി ഒരു റെമ്യൂണറേഷൻ, സാലറി, ഇൻകം, ഇതിൻ്റെ മൾട്ടിപ്പിളാണ് നമുക്ക്. അസ്യൂം നല്ല രീതിയിൽ ഹെവി ആയിട്ട് ബിസിനസ് നടത്തുന്ന പല ഓണ്ടർപ്രണേഴ്സും ഉണ്ടാവും നമ്മുടെ ഈ വീഡിയോ കാണുന്നത് അല്ലേ? ആദ്യം പോയി നോക്കേണ്ടത്, ആം ഐ ഡൂയിങ് ബിസിനസ് വിത്ത് ലാസ്റ്റ് 3 years വിത്ത് പ്രോഫിറ്റ്? First question. Second question, am I drawing salary? Am I earning taxable income salary? At least ഒരു കീമാൻ ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ
എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അടുത്ത 3 വർഷം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ കമ്പനി ആക്കുക, നമ്മളും അത്യാവശ്യം സാലറി അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്ത് തുടങ്ങുക. എന്നിട്ട് 3-ാമത്തെ വർഷം കഴിയുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കീമാൻ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.